വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് NIOS ഡാറ്റ എൻട്രി ഓപ്പറേഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സ്ക്രീനിൽ കാണുന്നത് 2023 ഒക്ടോബറിൽ നടന്നിട്ടുള്ള പൊതുപരീക്ഷയുടെ ചോദ്യ പേപ്പറാണ്. അതിൽ 10ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MS എക്സലുമായി ബന്ധപ്പെട്ട ഫോർമുല ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മുൻവർഷ ചോദ്യ പേപ്പറിലെല്ലാം തന്നെ സ്ഥിരമായിട്ട് ചോദിച്ച ചോദ്യമാണ് ഇത്തരം ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം എന്താണ് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്തൊരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് കോളംസും കുറച്ച് റോസും ഉള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ തന്നിട്ട് താഴെ എന്തുണ്ട്, 3 സബ് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ആ സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം വരുന്നത്. 3 മാർക്കാണ് ചോദ്യം അല്ലേ, ഓരോ മാർക്ക്. ഇതിലെ സബ് ക്വസ്റ്റ്യൻസ് ഓരോന്നിനും ഓരോ മാർക്ക് വീതം, അങ്ങനെ 3 മാർക്കിന്റെ ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യം വരുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് വിശദീകരിക്കാം അല്ലേ. എന്താ വരുന്നത്, കോളംസ് വരുന്നത് എന്താണ്, ഇങ്ങനെ വരുന്നതിന് നമ്മൾ എന്ത് പറയും, കോളംസ് എന്നാണ് പറയാ. ഇങ്ങനെ വരുന്നതിന് നമ്മൾ എന്ത് പറയും, കോളംസ് എന്ന് പറയും. ഇങ്ങനെ വരുന്നതിന് നമ്മൾ എന്താ പറയാ, റോസ് എന്ന് പറയാം. കോളംസും റോസും. അപ്പൊ ഇതിൽ എന്തൊക്കെ ഡാറ്റകളാണ് ഉൾപ്പെടുത്തിയുള്ളതെന്ന് നോക്കാം അല്ലെ. എന്തൊക്കെ ഡാറ്റകളാണ് ഉൾപ്പെടുത്തിയുള്ളത്? ഒന്ന് എംപ്ലോയർ ഐ ഡി ആണ്. അടുത്തെന്താണ്, എംപ്ലോയർ ഐ ഡി എന്ന് പറയുന്നത് 301, 302, 303, 304, 305, 306 അല്ലേ. 301 മുതൽ 306 വരെ. ക്ലിയർ? ഇനി അടുത്ത നെയിമാണ്, എംപ്ലോയറിന്റെ നെയിമാണ്. പിന്നെ വരുന്ന ഏജ് ആണ്. സി എന്ന് പറയുന്ന കോളത്തിൽ എന്താ വരുന്നത്, ഏജ് ആണ് വരുന്നത്. ഡി കോളത്തിൽ എന്താ വരുന്നത്, ജെൻഡർ ആണ് അല്ലെ, ഫീമെയിൽ ആണോ മെയിൽ ആണോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇ എന്ന് പറയുന്ന കോളത്തിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഈ പറഞ്ഞ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന കോളമാണിത്. പിന്നെ അവരുടെ സാലറി ആണ് അല്ലെ, ഓരോ എംപ്ലോയിയുടെയും സാലറിയും കൊടുത്തിട്ടുണ്ട് അല്ലെ, സാലറിയും കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഡീറ്റെയിൽ തന്നിട്ട് താഴെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ ഹയസ്റ്റ് സാലറി ഓഫ് ഓൾ എംപ്ലോയീസ് അല്ലെ, എല്ലാ എംപ്ലോയീസിനും എടുക്കുമ്പോൾ അതിൽ ഹയസ്റ്റ് സാലറി എത്രയാണ് എന്നുള്ളത്, ആർക്കാന്നുള്ളത് ഹയസ്റ്റ് സാലറി എത്രയാണ്. അപ്പൊ എല്ലാവരും എന്ത് സാലറി നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരം കിട്ടും അല്ലെ. ഏറ്റവും വലിയ സംഖ്യ ഏതാ, 65,000 ആണ്. ഇവിടെ ഹയസ്റ്റ് സാലറി എന്ന് പറയുന്നത് 65,000 ആണ്. പക്ഷെ 65,000 എടുത്ത് എഴുതാനാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അല്ല. എന്താ പറഞ്ഞിട്ടുള്ളത്, ആ 65,000 കണ്ടെത്താനുള്ള ഫോർമുലയാണ് എഴുതാൻ പറഞ്ഞത് അല്ലെ. റൈറ്റ് ദി ഫോർമുല ഓർ ഫങ്ഷൻസ് ടു ആൻസർ ദി എബോവ് ക്വസ്റ്റ്യൻസ് അല്ലെ. ഈ ക്വസ്റ്റ്യൻസിന്റെ എന്താണ് ആൻസർ കണ്ടെത്താനുള്ള ഫോർമുല എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഫോർമുല എഴുതാം. അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്, ഹൗ മെനി എംപ്ലോയീസ് വർക്ക് ഇൻ ദ HR ഡിപ്പാർട്ട്മെന്റ്. ഹൗ മെനി എംപ്ലോയീസ് വർക്ക് ഇൻ ദ HR ഡിപ്പാർട്ട്മെന്റ്. HR ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. HR ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതും നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പറ്റും. ഒരു എംപ്ലോയീസ് മാത്രമേ ഇവിടെ HR ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളൂ എന്ന് കണ്ടെത്താൻ പറ്റും. അത് എഴുതിയ ആൻസർ ആവുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഫോർമുല എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ഇതിൽ നോക്കിയിട്ട് ആൻസർ എഴുതാനല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തെന്താണ്, വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഓഫ് എംപ്ലോയീസ്. വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഓഫ് എംപ്ലോയീസ്. ഏജ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആവറേജ് ഏജ് നമ്മൾ കണ്ടുപിടിക്കണം, അതിന്റെ ഫോർമുല എഴുതാനുള്ളത്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് കിടക്കട്ടെ. ചോദ്യം മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം, അങ്ങനെ 3 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. കാരണം എല്ലാ ചോദ്യ പേപ്പറിലും കണ്ടിട്ടുള്ള ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. എങ്ങനെ നമുക്ക് ഫോർമുല എഴുതാൻ പറ്റുക നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ ഹയസ്റ്റ് സാലറി ഓഫ് ഓൾ എംപ്ലോയീസ്. ഹയസ്റ്റ് സാലറി ഓഫ് ഓൾ എംപ്ലോയീസ്. അപ്പൊ എന്താ കാണുന്നത്, ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, സാലറിയാണ് അല്ലെ, സാലറിയാണ്. സാലറിയിൽ ഇതിൽ ഹയസ്റ്റ് സാലറിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സലിൽ വരുമ്പോൾ എന്താണ്, മാർക്ക് ഷീറ്റ് ആണെങ്കിലും അതുപോലത്തെ സാലറി ആണെങ്കിലും ഏത് ഡാറ്റ ആണെങ്കിലും അതിൽ ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളത് ഏത് വെച്ചിട്ടാണ്, MAX വെച്ചിട്ടാണ്. എന്താണ്, MAX ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. MAX ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡാറ്റയിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, MIN ആണ്. MAX എന്ന് പറയുന്നത് മാക്സിമം എന്നുള്ള ഇതിന്റെ ഷോർട്ട്, MIN എന്താണ്, മിനിമം എന്നുള്ളതിന്റെ ഷോർട്ട് MIN. ഒരു ഡാറ്റയിൽ നിന്ന് ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ളത്
MAX ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡാറ്റയിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് MIN ആണ് കേട്ടോ. ക്ലിയർ? ഫോർമുല വരുമ്പോൾ ഈക്വൽ ടു MAX എന്ന് വരിക, അതേപോലെ തന്നെ ഈക്വൽ ടു MIN എന്ന് വരിക. ഏത് ഫോർമുലയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈക്വൽ സൈന് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ MAX ആണ്, ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ MIN ആണ്. ക്ലിയർ? പിന്നെ നമുക്ക് എന്ത് വേറെ ടൈപ്പ് എന്താ വരിക? ടോട്ടൽ കാണാനുള്ളതാണെങ്കിൽ അല്ലേ, തന്നിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കും, ആ ഡാറ്റയിലെ ടോട്ടൽ കാണാൻ മാർക്കാണെങ്കിൽ മാർക്കിന്റെ ടോട്ടൽ, ഇവിടെ സാലറി ആണെങ്കിൽ എല്ലാവരും സാലറിന്റെയും ടോട്ടൽ സാലറി കണ്ടുപിടിക്കാൻ ഉണ്ടെങ്കിൽ അവിടെ എന്താ വരിക? സമ്മാണ് വരിക. ടോട്ടൽ കാണാനാണെങ്കിൽ സമ്മ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടെ പറയാം. എന്താണ്? തന്നിട്ടുള്ള ഡാറ്റയിലെ ഏറ്റവും വലിയ വാല്യൂ കണ്ടുപിടിക്കാൻ ഏത് ഉപയോഗിച്ചുകൊണ്ടാ? MAX ഉപയോഗിച്ചുകൊണ്ടാണ്. തന്നിട്ടുള്ള ഡാറ്റയിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ളതാണ് MIN. എന്നാൽ ടോട്ടൽ കാണാനുള്ളതാണെങ്കിൽ എന്താണ്? സമ്മാണ് വരിക. ക്ലിയർ? അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. ഇത്തരത്തിലുള്ള ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? വാട്ട് ഈസ് ദ ഹയസ്റ്റ് സാലറി ഓഫ് ഓൾ എംപ്ലോയീസ് അല്ലെ? അപ്പൊ എന്താ വരുന്നത്? നമുക്ക് നോക്കാം. എന്താ വരുന്നത്? ഈക്വൽ ടു എന്താ എഴുതേണ്ടത്? ഇവിടെ കണ്ടില്ലേ? 1 മിനിറ്റ്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ? ഈക്വൽ ടു MAX F2 to F7 ഈക്വൽ ടു MAX എന്ന് പറയുമ്പോൾ എന്താണ്? വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള അല്ലെ ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണ് MAX എന്ന് പറയുന്നത്. ഈക്വൽ ടു MAX ഏത് മുതൽ ഏത് വരെ കൂട്ടേണ്ടത്? സാലറി എന്ന് പറയുന്ന കോളം അല്ലെ, സാലറി എന്ന് പറയുന്ന കോളം ഏതാണ്? F കോളം ആണ് അല്ലെ, F കോളം ആണ്. F അല്ലെ, ഇവിടെ 2, ഇവിടെ F2 മുതൽ F7 വരെ, F2 മുതൽ F7 വരെ. അപ്പോൾ ഈക്വൽ ടു MAX ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താ വരേണ്ടത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏത് മുതൽ ഏത് വരെ? F2 മുതൽ F7 വരെ, F2 മുതൽ F7 വരെ കൊടുത്താൽ മതി. അപ്പൊ ആൻസർ എഴുതുമ്പോൾ എന്താ എഴുതിയാൽ മതി? A അല്ലേ? എത്രാമത്തെ? 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ല് A എന്താ വരുന്നത്? ഈക്വൽ ടു MAX ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, F2 മുതൽ F7 വരെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 1 മാർക്ക് കിട്ടി. ക്ലിയർ? ചെറുതാണെങ്കിൽ എന്തേ കാര്യം വരിക? ഇതില് ചെറിയ സംഖ്യ കിട്ടാനാണെങ്കിൽ ഈക്വൽ ടു MIN ബ്രാക്കറ്റ് ഓപ്പൺ F2 മുതൽ F7 വരെ. ക്ലിയർ? ഇനി സമ്മ് കാണാനാണെങ്കിലോ ഈക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതേപോലെ ഇവിടെ മാത്രമേ മാറുള്ളൂ അല്ലേ? വലിയത് കണ്ടുപിടിക്കാൻ MAX ആണ്, ചെറുതാണെങ്കിൽ MIN ആണ്, സമ്മ് ആണെങ്കിൽ SUM ആണ്. ക്ലിയർ? ഇവിടുത്തെ ഉത്തരം ഏതാ വരുന്നത്? ഈക്വൽ ടു MAX ബ്രാക്കറ്റ് ഓപ്പൺ F2 മുതൽ F7 വരെ, അഥവാ F2 to F7 എന്ന് പറയാം. ക്ലിയർ? F2 F7 കറക്റ്റ് അല്ലേ? 7 ആണ്, ഇവിടെ 2 ആണ്. ക്ലിയർ? ഇവിടെ 2 ആണ്, ഇവിടെ 7 ആണ്. ക്ലിയർ? അടുത്തത് ഹൗ മെനി എംപ്ലോയീസ് വർക്ക് ഇൻ ദ HR ഡിപ്പാർട്ട്മെന്റ്? ഹൗ മെനി എംപ്ലോയീസ് വർക്ക് ഇൻ ദ HR ഡിപ്പാർട്ട്മെന്റ്? ചോദ്യം എന്താണ്? HR ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്? HR ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന ചോദ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ കിട്ടും എന്താണ്? HR ഡിപ്പാർട്ട്മെന്റിൽ ആകെ ഒരാളെ വരുന്നുള്ളൂ അല്ലെ? അങ്ങനെ ഉത്തരം എഴുതിയാൽ മതിയോ? പോരാ. എന്താ എഴുതാൻ പറഞ്ഞത്? ഫോർമുല ഫംഗ്ഷൻ അല്ല, ഫോർമുല ഓർ ഫംഗ്ഷൻ അല്ലെ, രണ്ടും ഒന്ന് തന്നെയാണ്. ഫോർമുല എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, ഡിപ്പാർട്ട്മെന്റ് അറിയാം അല്ലെ? ഡിപ്പാർട്ട്മെന്റ് വരുന്നത് എവിടെയാണ്? ഇതാണ് അല്ലെ? ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇതാണ്. അതിലെന്തുണ്ട്? ഏതാണ് കോളം വരുന്നത്? E ആണ് വരുന്നത് അല്ലെ? അതിൽ ഡിപ്പാർട്ട്മെന്റ് IT ഉണ്ട്, HR ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഓപ്പറേഷൻ്റെ IT ഉണ്ട്. അപ്പൊ അതില് HR ഡിപ്പാർട്ട്മെന്റ് എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതാനാ പറഞ്ഞുള്ളത്. ഓക്കെ. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതാണ് എന്ത്? കൗണ്ട് ഈഫ്. എന്താ ഉപയോഗിക്കുന്നത്? കൗണ്ട് ഈഫ്. നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ എങ്ങനെ വരിക നമുക്ക് നോക്കാം. ക്ലിയർ? സ്ക്രീനിൽ നോക്കാം. ഓക്കെ. ഈക്വൽ ടു കൗണ്ട് ഈഫ് എന്താ വരിക? ഈക്വൽ ടു കൗണ്ട് ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഏത് മുതൽ ഏത് വരെ വരേണ്ടത്? E2 മുതൽ E7 വരെ. ഈ കോളം സെക്കൻഡ് റോ, ഈ കോളം സെക്കൻഡ് റോ അല്ലേ? സെക്കൻഡ് റോ മുതൽ ഏത് റോ വരെയാണ്? 7th റോ. അപ്പൊ E2 to E7. എന്നിട്ട് കോമ ഇടുക.
എന്താ പറഞ്ഞത്? HR ഡിപ്പാർട്ട്മെന്റിലുള്ള എത്ര ആളുകൾ വരുന്നുണ്ടെന്നുള്ള, അഥവാ HR ഡിപ്പാർട്ട്മെന്റ് HR എന്നുള്ളത് എത്ര റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. അതാണ് കണ്ടീഷൻ. HR എന്നുള്ളത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടീഷൻ വരുന്നത്. അപ്പൊ HR നമ്മൾ ഇട്ടെടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിച്ചാൽ അവിടെ ഉത്തരം കിട്ടും. എൻ്റർ അടിച്ചാൽ അവിടെ ഉത്തരം കിട്ടും. ക്ലിയർ? ഒന്നാണ് ഉത്തരം അല്ലേ? ഒരാൾ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? IT കേസിലും കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാം, മാർക്കറ്റിങ്ങിന് കണ്ടുപിടിക്കാം, ഫിനാൻസ് കണ്ടുപിടിക്കാം, ഓപ്പറേഷൻ കണ്ടുപിടിക്കാം, IT കണ്ടുപിടിക്കാം. ഒക്കെ എന്താണ് ഉപയോഗിക്കുക? കൗണ്ട് ഈഫ് ആണ് ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? കൗണ്ട് ഈഫ് ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഓഫ് എംപ്ലോയീസ്? ആവറേജ് ഏജ് ഓഫ് എംപ്ലോയീസ് ആണ് പറയുന്നത്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഈക്വൽ ടു ആവറേജ്. എന്താണ്? ഈക്വൽ ടു ആവറേജ്. ഏജ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? ഏജ് ഏതാ? സി കോളമാണ് അല്ലേ? സി കോളമാണ് ഏജ് വരുന്നത്. സി കോളമാണ് ഏജ് വരുന്നത്. അവിടെ ചെറുതോ വലുതോ അല്ലെങ്കിൽ അതല്ല ചോദിച്ചിട്ടുള്ളത് അല്ലേ? എന്താ ചോദിച്ചത്? ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആവറേജിന് ഫോർമുല എന്താണ്? ഈക്വൽ ടു ആവറേജ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏത് മുതൽ ഏത് വരെ? C2 മുതൽ C7 വരെ. C2 മുതൽ C7 വരെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ. ഈക്വൽ ടു ആവറേജ് എന്താ വരുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. C2 കോളൻ C7 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ക്ലിയർ? ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റ് ഓപ്പൺ C2 മുതൽ C7 വരെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. സി കോളം വരാൻ കാരണം എന്താ? ഇതാണ് ഏജ്. അതിൽ സിയിൽ 2 മുതൽ 1 മുതൽ വേണ്ട. 1 ഏജ് എന്നുള്ളത് അല്ലേ? അതിന്റെ ഹെഡിങ് ആണ് വരുന്നത്, കോളം ഹെഡാണ് വരുന്നത്. അപ്പൊ അത് നോക്കണ്ട. സിയിൽ രണ്ടാമത്തെ കോളം മുതൽ അഥവാ 28 മുതൽ 27 വരെയാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ ആവറേജ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. C2 മുതൽ C7 വരെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഉത്തരം കിട്ടും. നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതിയാൽ മതി? ഈക്വൽ ടു അല്ലേ? 10ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? സി ആണ് അല്ലേ? ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റ് ഓപ്പൺ C2 മുതൽ C7 വരെ. അത്ര മതി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അത്ര മതി. അപ്പൊ ആൻസർ എത്ര വരിക? ഇതാണ് ആൻസർ വരിക. ക്ലിയർ? 28.6. അപ്പൊ നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഇതല്ല, അതിന്റെ ഫോർമുലയാണ് ഉത്തരം എഴുതേണ്ടത്. ക്ലിയർ? അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ക്ലിയർ? ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് കമന്റുകളായിട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഹോംവർക്കായിട്ട് നമ്മൾ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ലോവസ്റ്റ് സാലറി ഓഫ് ഓൾ എംപ്ലോയീസ്? അല്ലെ? എംപ്ലോയീസിന്റെ ലോവസ്റ്റ് സാലറി എത്രയാന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എന്താണ്? ഹയസ്റ്റ് സാലറി എന്താന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ലോവസ്റ്റ് കണ്ടുപിടിക്കാൻ എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് സാലറി ഓഫ് ഓൾ എംപ്ലോയീസ്? അല്ലെ? ആവറേജ് സാലറി ഓഫ് ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിന്റെയും എന്താണ്, അഥവാ എംപ്ലോയീസിന്റെ ആവറേജ് സാലറി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഹയസ്റ്റ് ഏജ് ഓഫ് എംപ്ലോയീസ്? വാട്ട് ഈസ് ദ ഹയസ്റ്റ് ഏജ് ഓഫ് എംപ്ലോയീസ്? എംപ്ലോയീസിൽ ഏറ്റവും ഹയസ്റ്റ് ഏജ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. അടുത്തെന്താണ്? വാട്ട് ഈസ് ദ ലോവസ്റ്റ് ഏജ് ഓഫ് എംപ്ലോയീസ്? എംപ്ലോയീസിന്റെ ഇടയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്പർ എത്രയാ, അല്ലെ? ലോവസ്റ്റ് ഏജ് എത്ര, അത് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ അടുത്ത ഹൗ മെനി എംപ്ലോയീസ് വർക്ക് ഇൻ ദ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്? ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു? അതുപോലെ തന്നെ ഹൗ മെനി എംപ്ലോയീസ് വർക്ക് ഇൻ ദ IT ഡിപ്പാർട്ട്മെന്റ്? IT ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്? അതിന്റെ ഫോർമുല എങ്ങനെയാണ്? അതേപോലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഹൗ മെനി മെയിൽസ് വർക്ക് ഇൻ ദ ഓർഗനൈസേഷന്? നമ്മുടെ സ്ഥാപനത്തിൽ എത്ര മെയിൽ സ്റ്റാഫ് ഉണ്ട്? അതേപോലെ തന്നെ എത്ര ഫീമെയിൽ സ്റ്റാഫ് ഉണ്ട്? അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കൂടി നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് എഴുതിയിട്ട് എന്ത് ചെയ്യുക? കമന്റുകളായിട്ട് അറിയിക്കുക. ഓക്കെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ വരാവുന്ന പരമാവധി കാര്യങ്ങൾ കൂടെ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.